ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സഞ്ജു വന്നിട്ടുള്ള ദിവസത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ സഞ്ജുൻ്റെ അനിയനാണ്. അപ്പോൾ മുന്നേ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അപ്പോൾ ദുബായിലാണുള്ളത്. വല്ലപ്പോഴും കൂടുമ്പോഴേ വരവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എപ്പോഴും വീട്ടിൽ നിന്നൊക്കെയല്ലേ ഭക്ഷണം കഴിക്കാറ്, അപ്പോൾ ഇത് പുറത്ത് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് എവിടെ നിന്നാണ് കഴിക്കുക അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാം, എപ്പോഴും ഒന്നിക്ക് ബിരിയാണി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചു അങ്ങനെ ഈ ദുനിയാവിലേക്ക് പോകാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ആക്ച്വലി അബുദാബിയിലുണ്ട്. അപ്പോൾ നമ്മൾ മുസഫയിൽ ഒരാവശ്യത്തിന് വന്നിരുന്നേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാമെന്ന് കരുതി. അപ്പോൾ ആ ഒരു ഹോട്ടൽ ആണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിലൊക്കെ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കയറാൻ പറ്റിയത്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അവിടുത്തെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ ബിരിയാണി ഓർഡർ ചെയ്തു, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ. ഞാൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ. അപ്പോൾ ചേട്ടൻ അച്ചായി സദ്യയാണ് കേട്ടോ മേടിച്ചത്. അതാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈം ആയ കാരണം നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ എല്ലാവരും നിരത്തി മേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മേടിച്ചത്. അപ്പോൾ ഒരാളുടെ എടുത്തതിന് ശേഷം നമുക്ക് നോക്കാമല്ലോ. എടുത്തിട്ട് നോക്കുമ്പോണ്ട് എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. അതേ ബീഫ് റോസ്റ്റ്, ചിക്കൻ എല്ലാതും ഉണ്ടായില്ല. ഒരു പച്ചക്കറി എന്ന് വേണ്ട എല്ലാ ടൈപ്പും സംഭവങ്ങൾ. അവർ ബിരിയാണി കഴിച്ചിട്ട് ഇടയിൽ നിധി കൊടുത്ത് കഴിക്കുക. ചേട്ടനാണെങ്കിൽ എല്ലാം കൂടി കഴിക്കാൻ അത്ര ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ. ഒരു കറി കൂട്ടി കഴിച്ചിട്ട് പിന്നെ അടുത്ത കറി കൂട്ടി കഴിച്ച് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നന്നായി കഴിക്കുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ പച്ചക്കറിയും ഒക്കെ. അപ്പോൾ ഈ ദുനിയാവ് മുസഫയിലുള്ള ഷോപ്പാണ്, അബുദാബിയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പോയി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാണ്. താങ്ക് യു.